സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th വൺ, പോയിൻ്റ് ഔട്ട് എനി 4 ഫങ്ഷൻസ് ഇൻ പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടറിൽ മെയിനായിട്ട് നടക്കുന്ന 4-5 ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് നമുക്ക് അഗ്രികൾച്ചർ എഴുതാം, ഫിഷിംഗ് എഴുതാം, ഇത് പോയിട്ട് നമുക്ക് വേണമെങ്കിൽ മൈനിങ് എഴുതാം, ഫാമിംഗ് എഴുതാം, ഫോറസ്ട്രി എഴുതാം, തുടങ്ങിയ ഏതെങ്കിലും 4 നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് കിട്ടും. ആൻഡ് അടുത്ത് ആൻസർ എനി 5, അതിൽ 4 സ്കോറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഏതെങ്കിലും 5 മാത്രം എഴുതിയാൽ മതി. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോം ചെയ്യാനുള്ള 4 ഫംഗ്ഷൻ. ഒന്ന് എഡ്യൂക്കേഷൻ, രണ്ടാമത്തെ ഹെൽത്ത്, മൂന്നാമത്തെ മൈഗ്രേഷൻ, നാലാമത്തത് ജോബ് ട്രെയിനിങ്. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്. ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൻ്റെയും ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓർഗനൈസ്ഡ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേബേഴ്സ് ആർ രജിസ്റ്റേർഡ് ജോലിയാണ്, സെക്യൂർ ആയിട്ടുള്ളൊരു ജോബ് കിട്ടും. പിന്നെ അൺഓർഗനൈസ്ഡ് നോക്കിക്കഴിഞ്ഞാൽ ലേബേഴ്സിന് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അൺരജിസ്റ്റേർഡ് ആണ്, അവർ രജിസ്റ്റർ ചെയ്തല്ല ജോലി ചെയ്യുന്നത്, അൺസെക്യൂർഡ് ജോബാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. അടുത്തത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് പെനിൻസുലാർ പ്ലേറ്റ്യൂ? പെനിൻസുലാർ പ്ലേറ്റ്യൂവിനെ അവിടുത്തെ ക്ലൈമറ്റ് വരാനുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ട്രോപ്പിക്കൽ ലൊക്കേഷനാണ്, മഴയൊക്കെ ഒരുപാട് ലഭിക്കുന്നുണ്ട്. പിന്നെ പെക്യൂലിയർ ഷേപ്പ് ഓഫ് ദ പെനിൻസുല, അങ്ങനെയാണ്, ആ പോയിൻ്റ് കറക്റ്റ് അല്ല. പെക്യൂലിയർ ഷേപ്പ് ഓഫ് പെനിൻസുല എന്ന് പറയുന്നത് പെനിൻസുലാർ പ്ലേറ്റ് ഇരിക്കുന്ന ആ ഒരു ഷേപ്പ്, അതിനാണ് മറ്റൊരു കാരണം. ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കാത്തത്. അപ്പോൾ ഡൗട്ടുള്ളവർക്ക് ആ ചാപ്റ്ററിൽ പോയി ആ ഒരു പോർഷൻ കേട്ട് പഠിക്കാം. പിന്നെ ഓഷനിൽ നിന്നുമുള്ള ദൂരം, ഡിസ്റ്റൻസ് ഫ്രം ദ ഓഷൻ, പിന്നെ മൺസൂൺ വിൻഡ് അടിക്കുന്ന ഡയറക്ഷൻ, ഈ 4 കാരണങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്കും കിട്ടും. നെക്സ്റ്റ്, പോയിൻ്റ് ഔട്ട് ദ റീസൺസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ടെറിഷറി സെക്ടർ ഇൻ കേരള. അപ്പോൾ കേരളത്തിൽ ടെറിഷറി സെക്ടർ വളരാനുള്ള ഒരു കാരണം എന്താണ്? ഒന്ന് ഗ്രോത്ത് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഒരുപാട് ട്രാൻസ്പോർട്ടുണ്ട് അല്ലേ, അതുപോലെ ടെലി കമ്മ്യൂണിക്കേഷൻ സർവീസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനുള്ള സൗകര്യം കൂടുതലാണ്. അതുപോലെ ടൂറിസത്തിൻ്റെ വളർച്ച മറ്റൊരു റീസണാണ്. പിന്നെ ഡെവലപ്മെൻറ്റ് ഇൻ ഹെൽത്ത് സെക്ടർ അല്ലേ, ടെറിഷറി സെക്ടർ വളരുന്നതോടെ ആൾക്കാർക്ക് സേവനം, അപ്പം ഹെൽത്ത് സെക്ടറും അതിൻ്റെ കൂടെ തന്നെ വളരുകയും അല്ലേ. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഫീൽഡിലും ഒരുപാട് പ്രോഗ്രസ്. അപ്പോൾ നമ്മളിപ്പം പല സ്കൂളുകളിലും നമ്മൾ എല്ലാവരും പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതിനൊരു സേവനം ചെയ്യുന്ന ടെറിഷറി സെക്ടറാണ്. സോ ഒരു എഡ്യൂക്കേഷണൽ ഫീൽഡും ബെറ്ററായിട്ട് വരും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വാട്ട് ഈസ് പ്ലേറ്റ്യൂ? On the basis of location, how many types of plateaus are there? Which are they? അപ്പോൾ നമുക്ക് നോക്കാം. Plateaus are relatively flat and very extensive landforms situated at comparatively higher elevation from the സറൗണ്ടിങ്സ്. നമ്മൾ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പ്ലേറ്റ്യൂ എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ ടോപ്പ് പോലെയാണ് ഇരിക്കുന്നത്, ഒരു എക്സ്റ്റെൻസീവ് ലാൻഡാണ്, ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ സറൗണ്ടിങ്സിൽ നിന്നും കുറച്ച് ഹയർ എലിവേഷനിൽ കുറച്ചുകൂടെ ഉയരം കൂടിയ സ്ഥലമാണ്. മെയിനായിട്ട് 3 ടൈപ്പ് പ്ലേറ്റ്യൂ ഉണ്ട്. ഇൻ്റർമോണ്ടിയൽ പ്ലേറ്റ്യൂ, പീറ്റ്മൗണ്ട് പ്ലേറ്റ്യൂ, കോണ്ടിനെൻ്റൽ പ്ലേറ്റ്യൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാനന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത്, അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ കഴിഞ്ഞിട്ടില്ല, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് അല്ലേ, മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ കോളം എ, ബസാൾട്ട് കേവ സില, അങ്ങനെയല്ലല്ലോ, സിൽക്കയാണ്. ഓക്കെ, ചെറിയ ഒരു തിരുത്തുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താ കറക്റ്റ് വരുന്നതെന്ന്. പിന്നെ ലാറ്ററൈറ്റ് സോയിൽ, പ്രസൻസ് ഓഫ് അയൺ മൗണ്ടൻ സോയിൽ, പ്ലാന്റേഷൻ ക്രോപ്സ് ബ്ലാക്ക് സോയിൽ, റബ്ബർ കൾട്ടിവേഷൻ റെഡ് സോയിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോന്ന് നമുക്ക് നോക്കാം. ബസാൾട്ട് ലാവ സ്റ്റോൺ ആണ് കേട്ടോ ആദ്യത്തെ ഓപ്ഷൻ. അപ്പോൾ ബസാൾട്ട് ലാവ സ്റ്റോണിന് വരുന്നത് ബ്ലാക്ക് സോയിലാണ്. പ്രസൻസ് ഓഫ് അയൺ റെഡ് സോയിലാണ്. പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് സോയിലാണ്. റബ്ബർ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് സോയിലാണ്. അപ്പം ബസാൾട്ട് ലാവ സ്റ്റോൺ B4 ബ്ലാക്ക്, അങ്ങനെ നമുക്ക് പഠിക്കാം. അയൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ രക്തത്തിൻ്റെ അംശം കൂടുന്നതും അയൺ അടങ്ങിയ ഫുഡ്, അപ്പോൾ റെഡ്, ആ ഒരു രീതിയിൽ റെഡ് സോയിൽ എന്നുള്ള രീതിയിൽ പഠിക്കാം. പിന്നെ പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ തോട്ടം തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഫോറസ്റ്റ്. അപ്പോൾ ഈ ഒക്കെ രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ തന്നെ കുഞ്ഞു കണക്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് പഠിച്ച് മാർക്ക് വാങ്ങാം എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി വൺ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, 6 മാർക്കാണ്. ഡിസ്ക്രൈബ് നാച്ചുറൽ വെജിറ്റേഷൻസ് ഇൻ ദ പെനിൻസുലാർ പ്ലേറ്റ്യൂ. പെനിൻസുലാർ പ്ലേറ്റ്യൂവിൻ്റെ നാച്ചുറൽ വെജിറ്റേഷൻ ചോദിക്കുമ്പോൾ ട്രോപ്പിക്കൽ ഡെസിജസ് ഫോറസ്റ്റിനെ പറ്റി എഴുതണം, ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റിനെ പറ്റി എഴുതണം, സദേൺ മൗണ്ടെയിൻ ഫോറസ്റ്റിനെ പറ്റി എഴുതണം. ഇത് 3 എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ആൻഡ് ലാസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ
മെത്തേഡ് ഓഫ് മെഷറിങ് നാഷണൽ ഇൻകം വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് പഠിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് മെത്തേഡ് കാണിച്ചു കൊടുക്കുക, ഇൻകം മെത്തേഡ് കാണിച്ചു കൊടുക്കുക, എക്സ്പെൻഡിച്ചർ മെത്തേഡ് കാണിച്ചു കൊടുക്കുക. അത് കാണിച്ചു കൊടുക്കുക മാത്രമല്ല അതുവഴി നിങ്ങൾക്ക് അതിനകത്തൊരു ഇക്വേഷൻ NX എന്നൊക്കെ പറഞ്ഞിട്ട് N1 N2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. അതെല്ലാം വെച്ചിട്ട് തന്നെ നിങ്ങൾ കണക്ക് പോലെയൊക്കെ ചെയ്ത് കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്കതിന് 6 മാർക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതിൻ്റെ മലയാളം മീഡിയം ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? മൗണ്ട് അബു. ആരോഗ്യം എന്നാൽ എന്ത്? ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണും. എൻ്റെ ആൻസർ കീയിൽ ആക്ച്വലി ഇംഗ്ലീഷ് മീഡിയം മാത്രമേ ഉള്ളൂ. ഐ എം സോ സോറി. പക്ഷേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വെച്ച് ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് പഠിക്കാം. കാര്യം ഇതിനകത്ത് നിന്ന് എന്തായാലും നിങ്ങൾക്കൊരു 40 മാർക്ക് ക്വസ്റ്റ്യനിൽ ഒരു 20, 25, 30 മാർക്കോളം ഇതിനകത്ത് നിന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തംബ്നെയിൽ പോലും 60 മാർക്ക് ഉറപ്പ് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും